ഇത്തവണ ഒരു ഒറ്റമൈൻഡ് ട്രിപ്പാട്ടോ. ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ല, ഫാമിലിയുടെ കൂടെ. വിശ്വസിക്കാൻ പറ്റണല്ലേ? അതെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒറ്റമൈൻഡിൽ ട്രിപ്പൊക്കെ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ട്രിപ്പെന്ന് പറയാൻ പറ്റില്ല, നമ്മൾ പഴനിക്ക് പോവാണ്. പെട്ടെന്നൊരു തോന്നൽ തോന്നി, നമുക്ക് നാളെ അങ്ങ് പഴനിക്ക് പോയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ പോവായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. കാരണം നമ്മുടെ കോതമംഗലം പള്ളിയുടെ പെരുന്നാൾ നടക്കുമായതുകൊണ്ട് രാജകുമാരി എന്നൊക്കെ ഇഷ്ടംപോലെ തീർത്ഥാടനം നടന്ന് വരുന്നുണ്ടായിരുന്നു ആൾക്കാർ. അപ്പോൾ അതിൻ്റെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറെ എവിടെയും നിർത്തിയില്ല, നമ്മൾ സ്ട്രെയിറ്റ് പളനിയായിരുന്നു. രാവിലെ നേരത്തെ ഇറങ്ങണം എന്നോർത്തു. പിന്നെ ഒരിക്കലും നേരത്തെ ഇറങ്ങിയ ചരിത്രം ഞങ്ങൾക്കില്ല. എവിടെ പോയാലും ഒരു മണിക്കൂർ ലേറ്റ്, അതങ്ങനെ ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്തായിരുന്നു. നമ്മൾ വെളുപ്പിനെ പോകണമെന്നാണ് വിചാരിച്ചത്, ഒന്നും നടന്നില്ല. പിന്നെ പോണ വഴിക്ക് മൂന്നാറൊക്കെ എടുക്കാറായപ്പോഴത്തേക്കും ഭയങ്കര മഞ്ഞായിരുന്നു. മഞ്ഞ് കാണാൻ പറ്റുമായിരുന്നുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു അതൊക്കെ. പക്ഷെ അവിടെ എവിടെയും നിർത്തിയില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് പഴനിയിൽ എത്തണം എന്നുള്ളൊരു മൈൻഡേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പിന്നെ രാവിലെ മൂന്നാർ പോവാണെ ആ ഒരു വഴി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമാണെന്നറിയോ. ചെറിയൊരു വെയിലും ചെറിയൊരു തണുപ്പും എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിരുന്നു രാവിലെ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ നല്ലൊരു സ്പോട്ട് കണ്ട് അവിടെ നിർത്തി ഇഡലിയും സാമ്പാറുമായിരുന്നു. ഇഡലി സാമ്പാറൊക്കെ കഴിച്ചു. അപ്പോൾ അവിടെ തന്നെ ചെറിയൊരു വെള്ളം, ഒരു അരുവി പോലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ കൈയൊക്കെ കഴുകാനും പറ്റി. നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു, നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ അധികം നേരം നിന്ന് വൈകിപ്പിച്ചില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ പഴനിക്ക് പോയി. ചെന്നപ്പോഴത്തേക്കും 12 മണി ആയിരുന്നു. അപ്പം അമ്പലം അടയ്ക്കുമോ എന്നുള്ളൊരു പേടിയോടെ ഞങ്ങൾ നേരെ പോയി അമ്പലത്തിൽ കയറി ഇറങ്ങി തൊഴുതിറങ്ങി വന്നപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രെയിൻ പോലത്തെ സ്റ്റാൻഡും കിട്ടി. ട്രെയിൻ എല്ലാവരും ചെറിയ ബസ് പോലത്തെ സംഭവം. അതിൽ ഞങ്ങൾ കയറി പാർക്കിങ്ങിന് അവിടെ അതുകൊണ്ട് നിർത്തുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ദൂരം നടക്കണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോന്നു. പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ നല്ലൊരു സ്പോട്ട് നോക്കി ഫുഡ് കഴിച്ചായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വന്ന വഴിക്ക് ചിന്നാർ റൂട്ടിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നല്ല രസമാണ് ആ വഴി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിന്നാർ റൂട്ടിൽ കൂടെ വരാൻ. ആക്ച്വലി 6 മണിക്ക് മുമ്പ് അതിൽ കൂടെ പാസ് ചെയ്യണം, വൈൽഡ് ആനിമൽസിൻ്റെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ അങ്ങനെ വൈൽഡായിട്ട് ആകെ കണ്ടത് ഈ കാട്ടുപോത്തിനെയാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മയിലിനെയൊക്കെ കണ്ടു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു കൂട്ടം ആടിനെ കണ്ടു. ആടിനെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഞാൻ ഇവിടെ നിർത്തുന്നു. സോ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.